ഇന്ന് പെസഹ വ്യാഴം. അപ്പം ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയത് വട്ടയപ്പം. കുരിശപ്പം ഞാൻ പിന്നീട് ഉണ്ടാക്കും. അപ്പം വട്ടയപ്പം ഇത് ആവി കയറി 20 മിനിറ്റ്സ് ആവി കയറാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുകയാണ്. അത് വേകാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിനകത്ത് അതിൻ്റെ വലിപ്പത്തിലുള്ള ഒരു പ്ലേറ്റ് എടുത്ത് അതിലാണ് ഞാൻ വട്ടയപ്പം വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ ആവി കയറാൻ വേണ്ടി ഇത് അടയ്ക്കുവാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അരി കുതിർത്തിട്ട് 3 മണിക്കൂർ കുതിർത്ത ശേഷം അരി അരച്ച് കപ്പ് കാച്ചി അതിൻ്റെ കൂടെ അല്പം ഈസ്റ്റും കൂടെ ഇട്ടിരുന്നു. പിന്നീട് പഞ്ചസാര ചേർത്തു. അതിനുശേഷം ഞാനിത് ഓവർനൈറ്റ് പുളിച്ചു പൊങ്ങാൻ വേണ്ടി വെച്ചു. രാവിലെ ആയപ്പോഴത്തേന് ഞാൻ തേങ്ങ അരച്ച് ചേർത്തു. ആവശ്യത്തിന് മധുരം കൂടുതൽ ആഡ് ചെയ്തു. അത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഇത് നന്നായിട്ട് പുളിച്ചു പൊങ്ങി രാവിലെ ആയപ്പോഴത്തേന്. പിന്നെ ഒന്നുകൂടെ അത് പുളിച്ചു പൊങ്ങാൻ വെച്ചു. കാരണം ഇവിടെ തണുപ്പുള്ള രാജ്യമായതുകൊണ്ട്. അതിനുശേഷം ഇപ്പം ആവിക്ക് കയറാൻ വെച്ചിരിക്കുവാണ്. ഒരു വട്ടയപ്പം ഞാൻ ഉണ്ടാക്കി. അത് ആദ്യം ഉണ്ടാക്കിയ വട്ടയപ്പമാണ്. അതിൻ്റെ ഒരു ഫോട്ടോയാണിത്. ഇനി സെക്കൻഡ് ആണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. കുരിശപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പം റെഡിയായി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. ഇന്ന് പെസഹ വ്യാഴമായതുകൊണ്ട് കുരിശപ്പാണ്. അപ്പോൾ കുരിശപ്പത്തിന് വേണ്ടി ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഉഴുന്ന്. ഇത് ഞാൻ ആദ്യം ഇത്രയും ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുത്ത് കുതിർത്തു. 3 മണിക്കൂർ കുതിർത്തു. പിന്നെ ഇത് അരി. ഞാൻ 3 പേർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കുരിശപ്പാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാം കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അരി 3/4 കപ്പ്, 1/4 കപ്പ് ഉഴുന്ന്, പിന്നെ 1/2 കപ്പ് തേങ്ങ, പിന്നെ ഇവിടെ ഉള്ളി, പിന്നെയുള്ളത് ഒരു കഷ്ണം വെളുത്തുള്ളി, പിന്നെ ജീരകം. അപ്പം ഞാൻ ആദ്യം ഉഴുന്ന് അരയ്ക്കാൻ പോവുകയാണ്. അപ്പം ഉഴുന്ന് അതിലൊരെണ്ണം പോലും കളയാതെ കുരിശപ്പായതുകൊണ്ട് പ്രാർത്ഥിച്ച് വേണം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഉഴുന്നെടുക്കുക. വെള്ളം ഒരു അല്പം ചേർത്തു. എന്നിട്ട് ഉഴുന്ന് നല്ല പേസ്റ്റിൽ അരച്ചെടുക്കുന്നു. അപ്പോൾ ഉഴുന്ന് അരച്ച് റെഡിയായി. നല്ല പേസ്റ്റ് പരുവത്തിലായി. അപ്പം ഞാനിനി ഉഴുന്ന് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണേ. കൈയാണ് യൂസ് ചെയ്യുന്നത്. അതേ പാത്രത്തിൽ ഞാൻ അരി അരയ്ക്കാനിടുന്നേ. അരിയിൽ അല്പം വെള്ളം ചേർക്കുക. അതും ഒരു അരി പോലും കളയാതെ ശ്രദ്ധിച്ച് എടുക്കുക. ഇനി നമുക്ക് ഞാൻ അരച്ചെടുക്കാൻ പോവാണ്. അരഞ്ഞു. അപ്പം ഞാൻ ഈ അരി എടുത്ത് ഈ ഉഴുന്ന് അരച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ചേർക്കുന്നേ. അടുത്തത് ഞാൻ ചെയ്യുന്നത് 1/2 കപ്പ് തേങ്ങ ഇതിന് വേണം. അപ്പോൾ ഈ തേങ്ങ അരച്ചെടുക്കുന്നു. തേങ്ങയുടെ കൂടെ ഉള്ളി, ഞാനിതിൻ്റെ കൂടെ ഇടുന്ന ഒരു 3 ഉള്ളിയാണ്. പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം. കാരണം ഈ അരിയുടെ ഉഴുന്നിൻ്റെ എമൗണ്ട് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇതിലല്പം വെള്ളം ചേർത്തിട്ട് കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കണം. തേങ്ങ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് അരഞ്ഞോളും. ഈ തേങ്ങയും വെളുത്തുള്ളിയും ഉള്ളിയും ഇവിടെ അരച്ചത്, ജീരകവും ഉണ്ട്, അത് അരച്ചത് വീണ്ടും ഈ അരച്ച് വെച്ച ഉഴുന്നിലോട്ട് അരിയിലോട്ടും ചേർക്കുവാണേ. അരി, ഉഴുന്ന്, ബാക്കി തേങ്ങ, വെളുത്തുള്ളി, ഉള്ളി, ജീരകം, ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഇതെല്ലാം കൂടെ ഞാനൊന്ന് നൈസായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴയ്ക്കുവാണ്. അപ്പോൾ അതൊന്നും കൂടെ സോഫ്റ്റ് ആയിക്കോളും. ഇത് പുളിക്കാൻ വെക്കരുത്. നമുക്ക് പുളിപ്പില്ലാത്ത അപ്പമാണ് വേണ്ടത്. അതുകൊണ്ട് ഇത് റെഡിയാകുമ്പോൾ അപ്പോൾ തന്നെ നമുക്കിത് ചുട്ടെടുക്കണം. ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നേ. മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കുരിശപ്പത്തിന്. അപ്പം ഞാൻ ഇനി ഞാനൊരു പ്ലേറ്റ് എടുത്തു. ഒരു മീഡിയം പ്ലേറ്റാണ്. ഇതിന് ഇത്തിരി എണ്ണ പുരട്ടി റെഡിയാക്കി. അത് നമുക്ക് വെന്ത് കഴിയുമ്പോഴത്തേന് അപ്പോൾ ഒന്ന് വിട്ടു പോരാൻ വേണ്ടി ഇനി ഞാൻ ഈ മാവ്
ഈ പ്ലേറ്റിലോട്ട് കോരി ഒഴിക്കുവാണേ. ഇനി ഇത് പ്ലേറ്റിൽ കോരി ഒഴിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഇത് 3 പേർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ അപ്പമാണ്, അധികം കട്ടിയില്ല. ഞാനിതിൻ്റെ മിഡിലൊരു കുരിശ് പ്രാർത്ഥിച്ച് വെക്കുവാണ്. കുരിശപ്പത്തിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഈ പാത്രം കുക്കറിലാണ്, കുക്കറിനകത്ത് ഇറക്കി വെച്ച് മൂടി 20 മിനിറ്റ് ആവിക്ക് വയ്ക്കുക. അപ്പോഴത്തേന് ഈ അപ്പം വേവും. ഇനി ഞാൻ തിളപ്പിക്കാൻ വെച്ച വെള്ളം ആവി വന്നു. ആവി വന്ന ശേഷം ഈ പ്ലേറ്റ് അതിലോട്ട് ഞാൻ ഇറക്കി വയ്ക്കുന്നു. ആവി പോകാതെ വെച്ച് ഒരു 20 മിനിറ്റ് സമയം അത് വേവിക്കുക. കുരിശപ്പം വെച്ചിട്ട് 20 മിനിറ്റായി. ഇപ്പം അപ്പം റെഡിയായി. കുരിശപ്പത്തിൻ്റെ മിച്ചമുള്ള മാവ് കൊണ്ട് ഞാൻ ഇൻട്രിയപ്പം ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇൻട്രിയപ്പത്തിനുള്ളത് വെച്ചു. ഇത് ആയിട്ട് ഞാൻ അപ്പത്തിൻ്റെ കൂടെ പാലാണ് ഉള്ളത്. അപ്പോൾ പാലുണ്ടാക്കുവാണ്. ഇത് ശർക്കര ഉരുക്കി ഞാൻ ഒഴിച്ചു. കുറച്ച് പാലേ ഉണ്ടാക്കുന്നുള്ളൂ, അതായത് ഒരു 1.5 തേങ്ങയ്ക്കുള്ള പാല്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 ശർക്കര ഉരുക്കി, എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം. കൂടെ ഇത്തിരി ശർക്കര ഉരുക്കിയതിൻ്റെ കൂടെ ഇത്തിരി അരിപ്പൊടി ചേർക്കുകയാണ് ഒന്ന് കുറുകാൻ വേണ്ടി. എന്നിട്ട് ഇത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ശർക്കര ഉരുക്കി കുറുക്കിയതിൻ്റെ കൂടെ അത് ഞാൻ 2-ാം പാൽ ഒഴിക്കുവാണേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. ആദ്യത്തെ 2-ാം പാൽ ഒഴിച്ച് ഇത് കുറുകി. ഇപ്പം അതിൻ്റെ കൂടെ ഞാൻ ഇനി 1-ാം പാൽ ഒഴിക്കുവാണ്. 1-ാം പാൽ ഒഴിച്ച ശേഷം ആദ്യം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് എടുക്കുക, അധികം കുറുകണ്ട. ഏലക്കയും ചുക്കും ജീരകവും കൂടെ പൊടിച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ചിടുവാണ്, ടേസ്റ്റിനനുസരിച്ച് ഇടുക. ഇനി പാല് റെഡിയായി. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കുരിശും കൂടെ ഇടുന്നു. പച്ചമഞ്ഞളുണ്ട്, പച്ചമഞ്ഞളും കൂടെ ഇടാം. ഇവിടെ പച്ചമഞ്ഞൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുരിശ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പവും കുരിശപ്പവും പാലും റെഡി. ഇനി കുറച്ച് കഴിഞ്ഞ് പ്രാർത്ഥിച്ച ശേഷം ഇത് മുറിക്കുക. പെസഹയായി.